താരസംഘടനയുടെ അമ്മയിലെ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ചില നടിമാരുടെ നേതൃത്വത്തിൽ പുതിയ വാട്സപ്പ് ഗ്രൂപ്പ് ആരംഭിച്ചിട്ടുണ്ടെന്ന് സംവിധായകൻ ശാന്തവിള ദിനേശ്. പെൺപട എന്ന പേരിൽ ആരംഭിച്ച ഗ്രൂപ്പിൽ അമ്മയുടെ തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ ഗ്രൂപ്പ് അംഗങ്ങളെ വിജയിപ്പിക്കാനുള്ള ചർച്ചകളാണ് നടക്കുന്നതെന്നും ശാന്തവിള പറയുന്നു. ചില ഗ്രൂപ്പ് ചാറ്റുകളും ശാന്തവിള പുറത്തുവിട്ടു. ലൈറ്റ് ക്യാമറ ആക്ഷൻ എന്ന തൻ്റെ യൂട്യൂബ് ചാനലിലായിരുന്നു സംവിധാനത്തിന്റെ പ്രതികരണം. വീട് കത്തുമ്പോൾ കഴുക്കോല് വെട്ടുന്നവെന്ന് പറയുന്നില്ലേ, അതുപോലെയാണ് അമ്മയെ രക്ഷിക്കാൻ അമ്മയിലൊരു പട ഇറങ്ങിയിട്ടുണ്ട്. അമ്മയോട് പ്രസിഡന്റായി അടങ്ങി എന്ന് പറയുന്ന ഒരു കില്ലാടിയുടെ പിന്തുണയോടെയാണ് ഈ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ഗ്രൂപ്പ് ലീഡറായി നടക്കുന്ന പെണ്ണുങ്ങളെല്ലാം എനിക്കറിയാം. ഈ ഗ്രൂപ്പിൽ വന്ന ഒരു മെസ്സേജ് ഇങ്ങനെയാണ്: നമുക്ക് പലരോടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, എന്നാൽ അതിൽ ഇത് പറയരുത്. നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് വോയിസ് ടെക്സ്റ്റ് മെസ്സേജ് ആർക്കെങ്കിലും അയച്ചാൽ അവരുടെ ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കും എന്നാണ് പറയുന്നത്. അമ്മ നടപടിക്കെടുക്കുമെന്നാണ് പറയുന്നത്. സംഘടനയ്ക്ക് യാതൊരു ബന്ധവുമില്ല ഇവരുമായിട്ട്, എന്നിട്ടും ഭീഷണിയാണ്. ഈ ഗ്രൂപ്പിൽ നിന്ന് 3 പേരെ വിജയിപ്പിക്കണമെന്ന് അവരുടെ അന്ത്യാഭിലാഷം. നമ്മൾ പെണ്ണുങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണെന്നും നമുക്ക് അധികാരം വേണമെന്നും കൈനീട്ടം വാങ്ങുന്നവർക്ക് മത്സരിക്കാൻ പാടില്ലെന്ന കാര്യം അമെൻമെന്റ് ചെയ്ത് മാറ്റണമെന്നും ഞാൻ വക്കീലിനോട് സംസാരിച്ചിട്ടുണ്ട് എന്നും ഒരു നടി പറയുന്നു. ഇതിന്റെ വോയിസ് ഞാൻ കേട്ടു. അവിടെ നിന്ന് പെൻഷൻ പറ്റിയവർക്ക് എങ്ങനെയാണ് മത്സരിക്കുക? സംഘടനയിൽ നിന്ന് നേരിട്ട് പുഴുക്കുത്തുകളാണ് ഗ്രൂപ്പിൽ പറയുന്നത്. ഇത് സംബന്ധിച്ച വോയിസ് സംഭാഷണങ്ങൾ പുറത്തുപോയി എന്നാണ് അറിയാൻ സാധിച്ചതെന്നും അവരെ തങ്ങൾക്ക് അറിയാമെന്നുമാണ് തലപ്പത്തുള്ളവർ പറഞ്ഞത്. ഇത് ശരിക്കും നെറുകേടും വൃത്തികേടുമാണ്. ഇനി ഇങ്ങനെ ചെയ്താൽ അവരെ ഗ്രൂപ്പിൽ നിന്ന് പരസ്യമായി റിമൂവ് ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സരയു എന്ന നടി ഇനി ജയിച്ചു വരാതിരിക്കാൻ വേണ്ടി ഉള്ളതും ഇല്ലായ്മയായ ഒരുപാട് നുണകൾ പറഞ്ഞ് ഒരു സംഘം നടിമാർ ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ അറിയുന്നത് അമ്മയുടെ പെൺമക്കൾ ഗ്രൂപ്പ് പൂട്ടിയെന്നാണ്. സരയും ജോമോളും ഭയങ്കര ജാടയാണ് എന്നാണ് ഇവർ പറയുന്നത്. ഇവർ തലമൂത്ത ആളുകളാണല്ലോ. എന്തായാലും ആരോപണത്തിന് സരയു മറുപടി നൽകിയിട്ടുണ്ടെന്നും ജോമോൾ മിണ്ടിയില്ലെന്നുമാണ് അറിയാൻ സാധിച്ചത്. സീമ ജി നായരുടെ ഒരു ഫോട്ടോ പോസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് ഡിലീറ്റാക്കി. ഊർമിള കൊണ്ട് ഒരു പോസ്റ്റ് ഡിലീറ്റാക്കി. ഇങ്ങനെ പലതുമായി നടക്കുന്നു. ശ്രീലത നമ്പ്യാർ, മാല പാർവതി, മായ വിശ്വനാഥ് എല്ലാവരും രാജിവെച്ച് പോവുകയാണ്. സരയുവിനെതിരെയും എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ കൈവക്കുള്ളവർ കാര്യമാക്കട്ടെ. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇടവേള ബാബുവിനെ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി നിയമിക്കുമെന്നാണ്. അമ്മയുടെ ജനറൽ സെക്രട്ടറിയാകാൻ ഇടവേള ബാബു കഴിഞ്ഞേ ഒരാളുള്ളൂ. അത് അനുഭവിച്ച് മനസ്സിലാകും. എന്ത് കൊച്ചു കാര്യത്തിലും വിളിച്ചാലും ഇടപെട ബാബു ഇടപെടും. ചോറിങ്ങും കൂറങ്ങും എന്ന് ചിന്തിക്കുന്നവരെ കൂടെ കൂട്ടാതെ കുരിശിൽ കയറ്റിയ കുഞ്ഞാടുകളെ തിരുത്തി കൂടെ നിർത്തുന്നതാണ് നല്ലത്. മത്സരിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. എന്നാൽ മത്സരങ്ങൾ മനസ്സിൽ വിള്ളൽ വീഴ്ത്തും. അമ്മ സംഘടന നിലനിൽക്കേണ്ടതുണ്ട്. വർഷങ്ങൾ 3 കോടിയിലധികം ചിലവുള്ള സംഘടനയാണ്.